ശമ്പളമില്ല, പരാതി പറഞ്ഞു. പിന്നാലെ അതാ ഒരു കേസ് കൂടി വന്നിരിക്കുകയാണ്. ഇരട്ട പ്രഹരമേറ്റ അവസ്ഥയിലാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർ. ചൊവ്വാഴ്ചയാണ് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. അപ്പോൾ താൽക്കാലിക ജീവനക്കാർ 2 മാസമായി ശമ്പളം മുടങ്ങിക്കിടക്കുന്ന അവരുടെ ദുരവസ്ഥ ഉൾപ്പെടെ മന്ത്രിയുടെ മുന്നിലേക്ക് വെച്ചു. അപ്പോൾ തന്നെ മന്ത്രി അനുഗമിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരും CPM നേതാക്കളും ഒക്കെ അവരെ തടഞ്ഞെന്ന പരാതിയും അവർ അന്ന് ഉന്നയിച്ചിരുന്നു. പിന്നാലെ ഇന്ന് അവർക്കെതിരെ കേസെടുത്തു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഗുരുതര വകുപ്പുകളാണ് അവർക്കെതിരെ ചേർത്തിരിക്കുന്നത്. കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം, ദേഹത്ത് ഉപദ്രവിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് കേസിൽ ചേർത്തിരിക്കുന്നത്. പിന്നാലെ പ്രതിഷേധവുമായി വിവിധ യുവജന സംഘടനകളും നേതാക്കളും രംഗത്ത് വന്നു. ഒരു സങ്കടമാണ് പറഞ്ഞത്, പ്രതിഷേധമല്ല എന്നുകൂടി ജീവനക്കാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടായിരുന്ന ഫലം ഇതാണ്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ജോലിയുമായി മുന്നോട്ട് പോകുക എന്ന് ദയനീയമായി തന്നെ അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. വളരെ വിചിത്രമായൊരു നടപടി എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. ആരോഗ്യമന്ത്രി ഇതിനോട് ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല. ജസ്റ്റിൻ മാത്യുവിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.